ഹലോ ഫ്രണ്ട്സ്, ഹോട്ടലിൽ ചെക്കിൻ ആയ പുറകെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു. പിന്നെ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അത് ശരിക്കും നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടേക്കാണ് ഞങ്ങൾ ബസ്സിൽ കയറ്റി എല്ലാവരെയും അവിടേക്ക് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രിയുടെ ഒരു പർപ്പിൾ കളർ ക്യാപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അവിടെ വുഡിൻ്റെ തടിയുടെ ഒരുപാട് പുതിയ പുതിയ ഇത് ഇപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണേണ്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അവർ ഇതുപോലെയുള്ള വെള്ള ക്യാപ്പ്, ഒരു ഹെൽമെറ്റ് മോഡലിലുള്ള വെള്ള ഹെൽമെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. ഇതാണ് കേട്ടോ ഇത് ശരിക്കും ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. 1981 ഇതിൻ്റെ നിർമ്മിതി ആരംഭിച്ചത്. 105 മീറ്റർ ഉയരമുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഫുള്ള് തടികൾ കൊണ്ടിട്ടാണ് എല്ലാ കൊത്തുപണികളും ചെയ്തിട്ടുള്ളത്. ഇതിലെ മെയിൻ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫും ഫിലോസഫിയും തമ്മിലുള്ള കണക്ഷനാണ്. അതാണ് ഇതിൽ പല സ്ഥലങ്ങളിലും പ്രമേയമാക്കിയിട്ടുള്ള കൊത്തുപണികൾ. ശരിക്കും ഇത് നമ്മൾ കാണേണ്ട ഒരു ഇത് തന്നെയാണ്. ശരിക്കും ഇപ്പോഴും പണി നടക്കുന്ന പൂർത്തിയാവാത്ത ഒരു ക്ഷേത്ര മ്യൂസിയമാണിത്. ഇതിൽ മെയിനായിട്ട് ബുദ്ധ, ഹിന്ദു പുരാണങ്ങളെയും ഗമർ വാസ്തു വിദ്യകളെയും ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇതിലെ കൊത്തുപണികളെല്ലാം. എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കൊറിയ, ജപ്പാൻ, ചൈന ഇതുപോലുള്ള എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയും നമുക്ക് സന്ദർശകരായിട്ട് ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇത് കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഇത് കല, സംസ്കാരം, ആത്മീയത എന്നിവയെ സമന്വയിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ്. അതുപോലെ തന്നെ ഇത് കടലിനെ അഭിമുഖീകരിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാനും വളരെ ഭംഗി തോന്നും കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇവിടെ നിറയെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇനിയും ഒരു 30 വർഷമെങ്കിലും ആകും ഇതിൻ്റെ പണികൾ തീരാൻ എന്നുള്ളതാണ് കാൽക്കുലേഷൻ. അതായത് 2050 ഇതിൻ്റെ പണികൾ തീരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ക്ഷേത്ര സമുച്ചയം ഒരു ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൽ കല്ലോ മണലോ സിമൻറ്റോ അതുപോലുള്ള യാതൊന്നും തന്നെ അവർ ഉപയോഗിച്ചിട്ടില്ല. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾ തായ്ലാൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സന്ദർശിക്കാനായിട്ട് മറക്കണ്ട. പട്ടായയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത്. ഇവിടുത്തെ ഓരോ കൊത്തുപണികളെയും വാസ്തുകലകളെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളോട് സംസാരിക്കാനും നമുക്കതിനെപ്പറ്റി പറഞ്ഞു തരാനും വേണ്ടി ഇതിൻ്റെ അകത്ത് തന്നെ പ്രത്യേകമായിട്ടുള്ള ഗൈഡുകളുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച് അങ്ങനെ പല പല ലാംഗ്വേജ് ഗൈഡുകൾ ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർ ഓരോരോ ഗ്രൂപ്പ് ആളുകളെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വളരെ വിശദമായിട്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഇതിലെ ഓരോ കൊത്തുപണികളും കംപ്ലീറ്റ് കൈ കൊണ്ടാണ് അവർ കൊത്തിയെടുക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരുവിധ മെഷീനുകളോ അങ്ങനെ ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഗോഡ് ഓഫ് എർത്ത്, ഗോഡ് ഓഫ് വിൻഡ്, അതുപോലെ ഓരോ ഇതും വായു, ഭൂമി, വെള്ളം അങ്ങനെ ഓരോ ഇതിനെയും ഗോഡായിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ എല്ലാം ശില്പങ്ങൾ ഇങ്ങനെ കൊത്തിയെടുത്തിട്ടുള്ളത് ചെറുതും വലുതുമായിട്ട് വളരെ ഭംഗിയായിട്ട് അവർ അവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും അത് നമ്മൾ ഓരോന്നും കണ്ട് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഓരോന്നും വായിച്ച് നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഗൈഡും ഉണ്ട്. 2 ഫേസ് ആയിട്ടുള്ള ഒരു ശ്രീബുദ്ധൻ്റെ ഇത് ഏറ്റവും മുകളിലായിട്ട് കണ്ടു. അതിൻ്റെ സങ്കല്പം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഒരു പക്ഷേ അതിന് എന്തെങ്കിലും തരത്തിലുള്ള സങ്കല്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസോ ഉണ്ടാകും. അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഓരോന്നിനെയും ദൈവമായിട്ട് സങ്കല്പിച്ചു കൊണ്ടിട്ടുള്ള ഭൂമി, വായു, ജലം അങ്ങനെ ഓരോന്നിനെയും സങ്കല്പിച്ചു കൊണ്ടുള്ള
ചെറിയ ചെറിയ കൊത്തുപണികളും വലിയ ഇതും എല്ലാം നമുക്കവിടെ കാണാം. അവിടെ എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാം. അതുപോലെ ഇത് ശരിക്കും ചുറ്റി കണ്ട് നടന്ന് വരാനായിട്ട് നമുക്ക് എങ്ങനെ ഒരു 3-4 മണിക്കൂർ സമയമെടുക്കും എല്ലാം ശരിക്കും വായിച്ച് മനസ്സിലാക്കി പോകാനായിട്ട്. മെയിനായിട്ട് ഇവിടെ ശ്രീബുദ്ധൻ്റെ പൂജകളാണ് നടത്തുന്നത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും വിഗ്രഹങ്ങൾ നമ്മൾ കയറിയ ഉടനെ കൊത്തിവെച്ചിട്ടുള്ളത് കാണാം. അതുപോലെ ഓരോ ഗ്രഹങ്ങളെയും ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ടിട്ട് വീനസ്, സാറ്റേൺ, അതുപോലെ സണ്ണ്, മൂൺ, ഇതെല്ലാം അങ്ങനെ ദൈവമായിട്ട് സങ്കല്പിച്ചു കൊണ്ടിട്ടുള്ള വിഗ്രഹങ്ങളും കണ്ടു. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള കലണ്ടറുകളും അതെല്ലാം ഇതിൽ കണ്ടു. മെയിനായിട്ട് ശ്രീബുദ്ധൻ്റെ ഒരു ആരാധന നടത്തുന്ന ഒരു വിഗ്രഹമാണ് മെയിനായിട്ട് നമ്മൾ ആദ്യം കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ചൂടേ അറിയുന്നില്ല. ശരിക്കും ഞങ്ങൾ ഉച്ച നേരത്താണ്, ഏകദേശം ഒരു 12 മണി 1 മണിക്കെല്ലാം ഈ സ്ഥലത്തുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് AC ഇട്ട പോലത്തെ ഒരു തരം നല്ല ഇതായിരുന്നു, തണുപ്പായിരുന്നു. ശരിക്കും ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന മാതിരി. അത് അതിൻ്റെ വാസ്തുശില്പങ്ങളുടെ അതിൻ്റെ ക്രമീകരണത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കണം. അത് എന്താണ് അതിനുള്ള റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും AC ഇട്ട മാതിരിയല്ല, നല്ല കൂളിംഗ് ആയിരുന്നു. ശരിക്കും നമ്മളിത് ഫുള്ള് ചുറ്റി നടന്ന് കണ്ട് മനസ്സിലാക്കി വരണമെങ്കിൽ ഒരു ദിവസം ഫുള്ളാകും. പക്ഷെ ഞങ്ങളിവിടെ ഏകദേശം ഒരു 3-4 മണിക്കൂർ സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. എന്നാലും കുറേയെല്ലാം ഞങ്ങൾ നടന്ന് കണ്ട് മനസ്സിലാക്കി. അതുപോലെ ഓരോ ഗ്രഹങ്ങളെയും കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ വായു, അത് എല്ലാം ഇങ്ങനെ ദൈവമായിട്ടുള്ള സങ്കല്പത്തിൽ അങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് ശ്രീബുദ്ധൻ്റെ ഒരു വലിയ ഒരു ഇത് കണ്ടു. അവിടെ പൂജയെല്ലാം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ശരിക്കുള്ള ഇതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് അവിടെ ഗൈഡ് എല്ലാം ഉണ്ട്. എന്തു തന്നെയായാലും ഇതിൻ്റെ ഫുള്ള് പണി തീർന്നു കഴിയുമ്പോൾ ഇത് ലോഹമഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക്, അതായത് നമ്മൾക്കിത് ഓരോന്നും സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് അതിനുള്ള സമയം വേണം. പിന്നെ അത് പറഞ്ഞ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ഈ വാസ്തുശില്പങ്ങളെപ്പറ്റി പറഞ്ഞു തരാനുള്ള കഴിവും ഉള്ളവരുണ്ടെങ്കിൽ ശരിക്കും ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇത് ഞങ്ങളുടെ ഗൈഡാണ് കേട്ടോ, അവിടുത്തെ തായ്ലാൻഡിലെ ഗൈഡ്. ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് വളരെ സ്വീറ്റായിട്ടുള്ള, വളരെ ഹമ്പിളായിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും എല്ലാവർക്കും, ഞങ്ങൾക്കെന്നല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം 35 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഗൈഡാണ്. ഗിറ്റാർ എന്നാണ് കേട്ടോ പുള്ളിക്കാരത്തിയുടെ പേര്. അപ്പം ഇനി ഞങ്ങൾ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ. And after that, we will walk it. But it's probably not